മകളെ അപ്പോൾ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതൊന്ന് വെറുതെ ചെറിയ രീതിയിൽ മാറ്റി മാറ്റി പറയുന്നത് മാത്രം. അപ്പോൾ നമുക്ക് തുടങ്ങാം, സീക്വൻസ് ആൻഡ് സീരീസ്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് സീക്വൻസ് ആൻഡ് സീരീസ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്താണ് ഈ സീക്വൻസ്, എന്താണ് ഈ സീരീസ് എന്ന് പറഞ്ഞാൽ? ഈ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് നമ്മൾ സംഖ്യകളെ എഴുതുവാണെങ്കിൽ അതിനെയാണ് സീക്വൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സീക്വൻസുകൾ? ശ്രദ്ധിക്കണേ, എന്താണ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് നമ്മൾ സംഖ്യകൾ എഴുതുവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ നിയമം എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ വലിയ സാധനം വല്ലതും ആണോ? അല്ലടാ, ഇവിടെ നോക്കിയേ, ഞാൻ 2 തുടങ്ങി 3 കൂട്ടി നമ്പറുകൾ എഴുതി പോവുകയാണ്. 2ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ 5, 5ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ 8, 8ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ 11, ഇങ്ങനെ ഞാൻ എഴുതി. അപ്പോൾ ഇവിടുത്തെ നിയമം എന്താ? 3 കൂടിപ്പോയി, അത്രേ ഉള്ളൂ. കേട്ടല്ലോ. ഇനി വേറൊരു നമ്പർ നോക്കിയേ, ഞാൻ പറയുവാണ് 5 എഴുതി, 55 എഴുതി, അടുത്തത് 555 എഴുതി, അടുത്ത എത്ര വരുവാടാ? നിങ്ങൾ തന്നെ പറഞ്ഞേ, 3 5 വരെ എഴുതി, അടുത്തപ്പോൾ ഉറപ്പായിട്ടും എത്ര 5 ആയിരിക്കും? 4 5 ആയിരിക്കും. ഇങ്ങനെ. അപ്പോൾ ഇവിടുത്തെ നിയമം എന്താ? ഓരോ നമ്പറുകൾ കൂട്ടി എഴുതി പോകണം, അത്രയല്ലേ ഉള്ളൂ. അടുത്തത് വേറൊരെണ്ണം പറയാം, എന്തേ നോക്കിയേ, 10 100 1000, അടുത്ത എത്ര വരും? നിങ്ങൾ തന്നെ പറ. 1 കഴിഞ്ഞിട്ട് 1 0 ഇട്ടു, 2 0 ഇട്ടു, 3 0 ഇട്ടു, അടുത്ത എത്ര വരും? 4 0 ഇട്ടു. സിമ്പിൾ. കേട്ടല്ലോ. ഇനി ഇങ്ങനെ ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് നമ്മൾ സംഖ്യകൾ ഇങ്ങനെ കോമയിട്ട് എഴുതുന്നതിനെയാണ് സീക്വൻസുകൾ എന്ന് പറയുന്നത്. കേട്ടല്ലോ. സീക്വൻസുകൾ നമ്മൾ കഴിഞ്ഞ തവണ 10ൽ പഠിച്ചിട്ടുണ്ട് ഒരു സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന സാധനം. എന്ന് പറഞ്ഞാൽ എന്താ? നമ്പറുകൾ കൂടി പോകുന്ന. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വേറൊരു സാധനം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അപ്പോൾ സീക്വൻസ് നമുക്ക് ഓക്കെ ആയി. അപ്പോൾ പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം എന്താണ്? സീരീസ്. എന്താണ് സീരീസ്? അപ്പോൾ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയം ഉണ്ടാവും, ഇത് രണ്ടും ഒന്നാണോ? ഈ സീക്വൻസും സീരീസും ഒന്നാണോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാ. ഇങ്ങനെ കോമയിട്ട് എഴുതുന്നതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഈ നമ്പറുകൾ തന്നെ, ഇവിടുത്തെ നമ്പർ നോക്കിയാൽ 2 5 8 11, ഇതൊക്കെ നമ്മൾ പ്ലസ് ഇട്ട് എഴുതുവാണെങ്കിൽ 2 + 5 + 8 + 11 + എക്സെട്ര, ഇതെല്ലാം നമ്മൾ പ്ലസ് ചെയ്ത് എഴുതുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിയെടുക്കുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സീരീസ്. അപ്പോൾ ഈ 5 55 ഒക്കെ നോക്കിയേ, 5 + 55 + 555 + എക്സെട്ര, അല്ലെങ്കിൽ നോക്കിയേ 10 + 100 + 1000 + എക്സെട്ര. അതായത് നമുക്ക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് സംഖ്യകൾ കോമയിട്ട് എഴുതുന്നതിനാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഈ സീക്വൻസുകൾ പ്ലസ് ഇട്ട് എഴുതിയാൽ അതിനെ പറയുന്ന പേരാണെന്ത്? സീരീസ്. അപ്പോൾ ചാപ്റ്ററിന്റെ പേര് മനസ്സിലായേ? ഓക്കെ ആയല്ലോ. ഇനി എന്താണ് സീക്വൻസ് സീരീസ് എന്ന് സംശയം ഉണ്ടാവത്തില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൽ സത്യം പറഞ്ഞാൽ 4 മോഡലിലാണ് ചോദ്യങ്ങൾ വരുന്നത്. കേട്ടല്ലോ. അതിൽ ഫസ്റ്റ് മോഡൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആടാ. ദേ ശ്രദ്ധിച്ചു, വളരെ സിമ്പിൾ. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു സീക്വൻസിന്റെ nth ടേം തരും, an എന്നും പറഞ്ഞു തരും. an = നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത് ഇങ്ങനെയായിരിക്കും. നോക്കിയേ, 3n + 5. അപ്പൊ നോക്കിയേ, ഒരു സീക്വൻസിന്റെ ഏതോ ഒരു സീക്വൻസിന്റെ nth ടേം തന്നു, അത് an = എന്നും പറഞ്ഞായിരിക്കും തരുന്നത്. എന്നിട്ട് നമ്മളോട് പറയും റൈറ്റ് ദ സീക്വൻസ്. എന്താണ്? റൈറ്റ് ദ സീക്വൻസ്. നമ്മളോട് സീക്വൻസ് എഴുതാൻ ചോദിക്കും. സീക്വൻസ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താ? നമുക്ക് സീക്വൻസ് എഴുതണമെങ്കിൽ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം വേണം, സെക്കൻഡ് ടേം വേണം, തേർഡ് ടേം വേണം, ഫോർത്ത് ടേം വേണം, അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ സീക്വൻസ് എന്താണോ അതെടുത്ത് അങ്ങോട്ട് എഴുതും. an = 3n + 5. എന്നിട്ട് n പകരം നമ്മൾ 1 പ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. n പകരം നമ്മൾ 2 പ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. n പകരം നമ്മൾ 3 പ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? തേർഡ് ടേം കിട്ടും. അപ്പോൾ നോക്കിയേ, n പകരം നമുക്ക് ഫസ്റ്റ് ടേം, n പകരം നമുക്ക് 1 പ്ലേസ് ചെയ്യാം. അപ്പോൾ നോക്ക്, a1 = ഫസ്റ്റ് ടേം = 3 × 2, n പകരം 1 + 5, 3 × 1 3 + 5, ആൻസർ എത്രയാണ്? 8. സിമ്പിൾ. അടുത്തത് സെക്കൻഡ് ടൈം കിട്ടാൻ n പകരം നമ്മൾ 2 ഇട്ട് കൊടുക്കണം. 3n + 5 ആണ്. n പകരം 2 ഇട്ട് കൊടുക്കുമ്പോൾ a2. അപ്പോൾ എന്ത് വരും? 3 × n പകരം 2 ഇട്ട് കൊടുത്തു +5. 3 × 2 എത്രയാടാ? 6 + 5, ആൻസർ എത്ര വന്നു? 11. അടുത്തത് n പകരം 3 ഇട്ട് കൊടുക്കണം. an = 3n + 5. നോക്ക്, അപ്പോൾ a3 ആണ് കണ്ടുപിടിക്കുന്നത്. n പകരം 3 ഇട്ട് കൊടുത്തു +5. 3 × 3 9 + 5, ആൻസർ എത്ര കിട്ടി?
14. സിമ്പിൾ. അപ്പോൾ നമ്മുടെ സീക്വൻസുകൾ നോക്കിയേ, ഫസ്റ്റ് ടൈം കിട്ടി, സെക്കൻഡ് ടൈം കിട്ടി, തേർഡ് ടൈം കിട്ടി. അപ്പോൾ 8 എഴുതി, 11 എഴുതി, 14 എഴുതി, എക്സെട്ര നമ്മുടെ സീക്വൻസ് ആയി. കേട്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു nth ടേം തന്നിട്ട് സീക്വൻസ് എഴുതാൻ ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം കണ്ടുപിടിക്കാൻ 1, 2, 3 ഇട്ട് കൊടുക്കുക. 1 മാർക്കിന് ചോദിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം. ഇനി പിന്നെ ചോദിക്കുന്നത് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ വെച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കും. നോക്കി, ഈ ക്വസ്റ്റ്യൻ തന്നെ വെച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കും. അതായത് നമ്മുടെ സീക്വൻസ് നോക്കിയേ, an = 3n+5 അല്ലേ, 3n+5 അല്ലേ. നമ്മളോട് ഇതിൻ്റെ 10th ടേം എത്രയാണെന്ന് ചോദിക്കും. എന്താണ് 10th ടേം എത്രയാണെന്ന് ചോദിക്കും. സിമ്പിൾ. 10th ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? എടാ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ n-ന് പകരം 1 അല്ലേ ഇട്ടത്, സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ n-ന് പകരം 2 ഇട്ടു, തേർഡ് ടേം കണ്ടുപിടിക്കാൻ n-ന് പകരം 3 ഇട്ടു. നമുക്ക് 10th ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? n-ന് പകരം 10 ഇട്ടാൽ മതിടാ. സിമ്പിൾ. അപ്പോൾ നോക്ക്, an = 3n+5 ആണ്. 10th ടേം കണ്ടുപിടിക്കാൻ a 10, n-ന് പകരം 10 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 3 × 10+5. 3 × 10 എത്രയാണ്? 30+5. ആൻസർ എത്ര വന്നടാ? 35. സിമ്പിൾ. സിമ്പിൾ. ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ. അപ്പോൾ ഈ മോഡലിൽ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇനിയിപ്പോൾ നോക്കിയേ, ഇതിൻ്റെ 20th ടേം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇതിൻ്റെ 20th ടേം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്ത് ചെയ്യും? n-ന് പകരം 20 ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ 30th ടേം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്ത് ചെയ്യും? സിമ്പിൾ. n-ന് പകരം 30 ഇട്ട് കൊടുക്കണം. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്തേ നോക്കടാ. കൺസിഡർ എ സീക്വൻസ് വിത്ത് nth ടേം. nth ടേം പറഞ്ഞു എന്താണ്? an = നോക്ക് n-3/4. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സീക്വൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സീക്വൻസ് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. സീക്വൻസ് എഴുതാൻ വേണ്ടി എന്ത് ചെയ്യണം? n-ന് പകരം 1 ഇടണം, n-ന് പകരം 2 ഇടണം, n-ന് പകരം 3 ഇടണം. സിമ്പിൾ അല്ലേ? അപ്പോൾ an = എന്താണ്? n-3/4 ആണ്. n-ന് പകരം 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 - 3/4. ആൻസർ എന്ത് കിട്ടും? 1 - 3 എന്ന് പറഞ്ഞാൽ -2/4. ആൻസർ എത്ര കിട്ടി? -2/4 എന്ന് പറഞ്ഞാൽ മൈനസ്, അതുപോലെ തന്നെ 2/4 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടൂടാ? 1/2 അല്ലേ? 2 കൊണ്ട് മേളിലും 2 കൊണ്ട് താഴെയും കട്ട് ചെയ്തു. അടുത്തത് n-ന് പകരം 2 ഇട്ട് കൊടുക്കുക. an = n-3/4. 2 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. a2 = n-ന് പകരം 2 ഇടുക. ഇപ്പം 2 - 3/4. ആൻസർ എത്ര വന്നു? 2 - 3 എത്രയാണ്? 1. -1/4 കട്ട് ചെയ്യാൻ പറ്റൂല. അടുത്തത് n-ന് പകരം 3 ഇട്ട് കൊടുക്കുക. an = n-3/4 ആണ്. അപ്പോൾ a3 = എത്രയാണ്? 3 - 3/4. ആൻസർ എത്ര കിട്ടിയടാ? 0/4. ആൻസർ എത്രയാണ്? 0. സിമ്പിൾ. അപ്പോൾ ഇതിൻ്റെ സീക്വൻസ് എങ്ങനെ വരും? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് -1/2, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് -1/4, തേർഡ് ടേം എന്താടാ? 0, എക്സെട്ര. ഇങ്ങനെ പോകുന്നതാണ് ഇതിൻ്റെ സീക്വൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ഇറ്റ്സ് 15th ടേം. 15ാമത്തെ ടേം കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? 15th ടേം കണ്ടുപിടിക്കാൻ, 15ാമത്തെ ടേം കണ്ടുപിടിക്കാൻ n-ന് പകരം 15 കൊടുത്താൽ മതി. സിമ്പിൾ. അപ്പോൾ an = എന്താണ്? n-3/4. അപ്പോൾ n-ന് പകരം 15 കൊടുക്കണം. അപ്പോൾ എന്ത് വന്നു? 15 - 3/4 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 15 - 3 എന്ന് പറഞ്ഞാൽ 12. 12/4. ആൻസർ എത്ര കിട്ടി? 3. സിമ്പിൾ. സിമ്പിൾ. ഇതാണ് ഫസ്റ്റ് മോഡൽ. ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാപ്റ്ററിലേക്ക് നോക്കിയാൽ നമ്മൾ പുതിയൊരു ടൈപ്പ് സീക്വൻസ് ആണ് പഠിക്കുന്നത്. അതിൻ്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിവൻ GP എന്ന് പറഞ്ഞാൽ എന്താ? ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയും. എന്താടാ? ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്തോ വലിയ ആളാണെന്ന് വിചാരിക്കും. പക്ഷെ ഇവനൊരു ചെറിയ ഒരു പാവം പയ്യനാണ് ഇവൻ. എന്താണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. ഇവിടെ നോക്കിയടാ, ഞാനൊരു നമ്പർ എടുക്കുവാണ് 5. ഇതിനെ ഞാൻ 2 കൊണ്ട് ഗുണിച്ച് ഞാൻ നമ്പറുകൾ എഴുതി പോവുകയാണ്. ഞാൻ 2 കൊണ്ടാണ് കേട്ടോ ഗുണിക്കുന്നത്. അപ്പോൾ 5 × 2 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടിയടാ? 10. വീണ്ടും 2 കൊണ്ട് ഗുണിച്ചു. 10 × 2 എത്ര കിട്ടിയടാ? 20. വീണ്ടും 2 കൊണ്ട് ഗുണിച്ചു. 20 × 2 എത്ര കിട്ടിയടാ? 40, എക്സെട്ര. അപ്പോൾ എനിക്കൊരു സീക്വൻസ് കിട്ടിയില്ലേ? അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, ഞാൻ 2 എടുത്തു. ഞാൻ 3 കൊണ്ട് ഗുണിച്ചു. ശ്രദ്ധിച്ചോളെ, 3 കൊണ്ട് ഗുണിച്ചു ഞാൻ 6 എഴുതി. വീണ്ടും ഞാൻ 3 കൊണ്ട് ഗുണിച്ചു ഞാൻ 18 എഴുതി. വീണ്ടും ഞാൻ 3 കൊണ്ട് ഗുണിച്ചു ഞാൻ 54 എഴുതി. നോക്ക്, എനിക്ക് വേറൊരു സീക്വൻസ് കിട്ടിയില്ലേ? ഇങ്ങനെ
ഒരേ നമ്പറുകൾ കൊണ്ട് ഗുണിച്ചാൽ മാത്രമല്ല ഹരിച്ചു എഴുതിക്കോ. ഇതേ ഒരു എക്സാമ്പിൾ പറയാം. എന്തേ നോക്കിക്കോ, ഞാൻ ഒരു എത്രയാണ് 36 എന്ന് പറയുന്ന നമ്പറിനെ 2 കൊണ്ട് ഹരിച്ചു. 36 എന്ന് പറയുന്ന നമ്പറിനെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ എനിക്ക് 18 കിട്ടി. കേട്ടല്ലോ. 18 എന്ന് പറയുന്ന നമ്പറിനെ വീണ്ടും 2 കൊണ്ട് ഹരിച്ചപ്പോൾ എനിക്ക് 9 കിട്ടി. 9 എന്ന് പറയുന്ന നമ്പറിനെ വീണ്ടും 2 കൊണ്ട് ഹരിച്ചപ്പോൾ എനിക്ക് എത്ര കിട്ടി? 9/2 കിട്ടി, എക്സെട്ര. അപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്തത്? ഹരിച്ചു. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. എന്തേ നോക്ക്, 81 എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ 3 കൊണ്ട് ഹരിച്ചു. അപ്പൊ എനിക്ക് 27 എന്ന് കിട്ടും. 27 എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ വീണ്ടും 3 കൊണ്ട് ഹരിച്ചു. അപ്പൊ എനിക്ക് 9 എന്ന് കിട്ടും. 9 എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ വീണ്ടും 3 കൊണ്ട് ഹരിച്ചു. അപ്പൊ എനിക്ക് 3 എന്ന് കിട്ടും, എക്സെട്ര. അപ്പൊ ഇവിടെ ഞാൻ ചെയ്ത കാര്യങ്ങളൊന്ന് നോക്കിയടാ മക്കളെ. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? എല്ലാത്തിനെയും 2 കൊണ്ട് ഗുണിച്ചു. ഇവിടെ എന്താണ്? എല്ലാത്തിനെയും ഞാൻ 3 കൊണ്ട് ഗുണിച്ചു. ഇവിടെ എന്താണ്? എല്ലാത്തിനെയും ഞാൻ 2 കൊണ്ട് ഹരിച്ചു. ഇവിടെ എന്ത് ചെയ്തു? എല്ലാത്തിനെയും 3 കൊണ്ട് ഗുണിച്ചു, 3 കൊണ്ട് ഹരിച്ചു. ഇങ്ങനെ ഒരേ നമ്പറുകൾ ഹരിച്ചോ ഗുണിച്ചോ നമ്മൾ എഴുതുന്ന സീക്വൻസുകളില്ലേ, എന്താണ്? ഒരേ നമ്പർ കൊണ്ട് ഹരിച്ചോ ഒരേ നമ്പർ കൊണ്ട് ഗുണിച്ചോ എഴുതുന്ന സീക്വൻസുകളില്ലേ, അവരെ പറയുന്ന പേരാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. അവരെ ചെറുതാക്കി നമ്മൾ GP എന്ന് വിളിക്കും. സിമ്പിൾ. എന്താണ്? ഒരേ നമ്പറുകൾ ഹരിച്ചോ ഗുണിച്ചോ നമ്മൾ ഉണ്ടാക്കുന്ന സീക്വൻസുകളാണ് ആര്? GPകൾ, ജിയോമെട്രിക് പ്രോഗ്രഷനുകൾ. അപ്പൊ ഒരു സാധനം തന്നിട്ട് ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണോ നോക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിൾ. എന്ത് ചെയ്താൽ മതി? അതിന്റെ തൊട്ടടുത്ത നമ്പറുകൾ ഹരിച്ചാണോ ഗുണിച്ചാണോ എഴുതിയേക്കുന്നത് നോക്കിയാൽ മതി. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ചോ, ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ തന്നു കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയേ, ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ തന്നു കഴിഞ്ഞാൽ അതിന് ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ നോക്കിയേ. 5 ഞാൻ 2 കൊണ്ട് ഗുണിച്ച് 10 എഴുതി. ഞാൻ വീണ്ടും 2 കൊണ്ട് ഗുണിച്ച് 20 എഴുതി. ഞാൻ വീണ്ടും 2 കൊണ്ട് ഗുണിച്ച് 40 എഴുതി. ഇത് ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണോ? നോക്ക്, നിങ്ങൾ തന്നെ നോക്കി പറ. ഇത് GP ആണോ? നിങ്ങൾ തന്നെ നോക്കി പറ. ആണ്. കാര്യം എന്താ? 2 കൊണ്ട് ഗുണിച്ചാണ് പോയേക്കുന്നത്. ഒരേ നമ്പർ ഗുണിച്ചാണ് പോയേക്കുന്നത്. ഇങ്ങനെ ഒരേ നമ്പർ ഗുണിച്ചു പോയാൽ ഇത് GP ആണ്. ഈ GPകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ഈ ഫസ്റ്റ് വരുന്ന നമ്പറില്ലേ, അതിന് നമ്മൾ പറയുന്ന പേര് ഫസ്റ്റ് ടേം എന്നാണ്. ഫസ്റ്റ് വരുന്ന നമ്പറിനെ പിന്നെ ഫസ്റ്റ് ടേം എന്ന് പറയാതെ എന്ത് പറയാനാണ് എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. പക്ഷെ അങ്ങനെ തന്നെ പറയുന്നത്. ഫസ്റ്റ് നമ്പറിനെ ഫസ്റ്റ് ടേം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ടേം ഇവിടെ എത്രയാണ്? 5 അല്ലേ? ഇനി നമ്മൾ പറയൂലടാ, ഇവിടെ ഒരേ നമ്പർ ഗുണിച്ചല്ലേ പോയേക്കുന്ന. എത്ര കൊണ്ടാണ് ഗുണിച്ചു പോയിരിക്കുന്നത്? 2 കൊണ്ടാണ് ഗുണിച്ചു പോയിരിക്കുന്നത്. ഈ 2 കൊണ്ട് ഗുണിച്ചു പോയതിൽ ഈ 2 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ റേഷ്യോ. എത്ര കൊണ്ടാണ് നമ്മൾ ഗുണിച്ചു പോയത്? 2 കൊണ്ട്. അത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഏതെങ്കിലും ഒരു നമ്പർ എടുത്ത്, ശ്രദ്ധിച്ചടാ, ഏതെങ്കിലും ഒരു നമ്പർ എടുത്ത് അതിന്റെ തൊട്ട് മുമ്പത്തെ നമ്പർ ഹരിച്ചു നോക്കിയാൽ മതി. 10/5 ചെയ്താൽ 2 കിട്ടും. 20/10 ചെയ്താൽ 2 കിട്ടും. 40/20 ചെയ്താൽ 2 കിട്ടും. അപ്പൊ എങ്ങനെയാ കോമൺ റേഷ്യോ കണ്ടുപിടിക്കുന്നത്? ഏതെങ്കിലും ഒരു നമ്പർ എടുത്ത് അതിന്റെ തൊട്ട് പുറകിലത്തെ നമ്പർ ഹരിച്ചു നോക്കുക. അപ്പൊ നമ്മൾ ഏറ്റവും എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യും? സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് തന്നെ ഹരിച്ചു നോക്കും. അപ്പൊ നോക്ക്, 10/5 ആൻസർ എത്ര കിട്ടി? 2 കിട്ടി. വളരെ സിമ്പിൾ. അപ്പോ ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ നിങ്ങൾക്ക് തരുവാണ്. ഇവിടെ നോക്കി 8, ഞാൻ തൊട്ടടുത്ത ടേമായിട്ട് 24 എഴുതി. തൊട്ടടുത്ത ടേമായിട്ട് എത്ര എഴുതി? ഞാൻ 72 എഴുതി. ഇത് ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണോ? നിങ്ങൾ തന്നെ നോക്കി പറ. നോക്ക്, 8നെ 3 കൊണ്ട് ഗുണിച്ച് ഞാൻ 24 എഴുതി. 24നെ വീണ്ടും 3 കൊണ്ട് ഗുണിച്ച് ഞാൻ 72 എഴുതി. അപ്പൊ എന്താണ്? 3 കൊണ്ട് ഗുണിച്ചാണ് പോയിരിക്കുന്നത്. ഇത് GP ആണ്. സിമ്പിൾ. ഹരിച്ചു പോയാലും GP ആണ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? ഇതിന്റെ ഫസ്റ്റ് ടേം എഴുതാം. ഫസ്റ്റ് ടേം, വേറൊരു കാര്യം കൂടി. ഫസ്റ്റ് ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് A കൊണ്ടാണ്. എന്താണ്? ഫസ്റ്റ് ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? A കൊണ്ടാണ്, സ്മോൾ ലെറ്റർ A. കോമൺ റേഷ്യോയുടെ 6 ഇല്ലേ, ആ 6 കൊണ്ടാണ് നമ്മൾ കോമൺ റേഷ്യോനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോ, ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്രയാണ്? A എത്രയാണ്? ഈ ആദ്യം കിടക്കുന്ന ആള് 8. സിമ്പിൾ. ഇനി ഇവിടുത്തെ കോമൺ റേഷ്യോ 6 എത്രയാണ്? നോക്കട്ടെ, 24നെ 8 കൊണ്ട് ഹരിച്ചാൽ മതി.
സിമ്പിൾ. 24 8 കൊണ്ട് ഹരിച്ചാൽ മതി. നോക്ക് 24/8 ആൻസർ എത്ര വന്നടാ? 3. സിമ്പിൾ സിമ്പിൾ. അപ്പൊ ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോ എഴുതിയില്ലേ? വേറൊരു എക്സാമ്പിൾ നോക്കിയേ. 24, 12, 6, 3 എക്സെട്ര. ഇവൻ ജി പി ആണോ? നിങ്ങൾ തന്നെ ഒന്ന് നോക്കി പറഞ്ഞേ. ഇവൻ ജി പി ആണോ? നിങ്ങൾ തന്നെ ഒന്ന് നോക്കി പറ. ഇവൻ ജി പി ആണ്. കാര്യം എന്താ? 24നെ 2 കൊണ്ട് ഹരിച്ച് 12 എഴുതി, 12നെ 2 കൊണ്ട് ഹരിച്ച് 6 എഴുതി, 6നെ 2 കൊണ്ട് ഹരിച്ച് 3 എഴുതി. ഒരേ നമ്പറുകൾ ഹരിച്ചു പോയാലും ജി പി ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? ഇതിന്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം എത്രയാടാ? 24. സിമ്പിൾ. ഇവന്റെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കണം. 6. എങ്ങനെ കണ്ടുപിടിക്കും? 12നെ 24 കൊണ്ട് ഹരിക്കുക. ശ്രദ്ധിക്കണം, 24നെ 12 കൊണ്ടല്ല, സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഹരിക്കുക. 12നെ 24 കൊണ്ട് ഹരിക്കുക. 12നെയും 24നെ എത്ര കൊണ്ട് കട്ട് ചെയ്യാം? 12 കൊണ്ട് തന്നെ കട്ട് ചെയ്യാം. അപ്പൊ ആൻസർ എത്ര കിട്ടും? 1/2. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ക്രിസ്മസ് എക്സാംസ് അടുത്ത് വന്നു. അപ്പൊ ക്രിസ്മസ് എക്സാം നിങ്ങളെ കിഡിലനാക്കി പഠിപ്പിച്ചു തരാൻ വേണ്ടി നമ്മളൊരു പ്രീ ബൂസ്റ്റർ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ബൂസ്റ്റർ ബാച്ചാണ്. നിങ്ങളെ പെട്ടെന്ന് വളരെ വേഗത്തിൽ ഒരു ക്രാഷ് കോഴ്സ് പോലെ +1 പഠിപ്പിച്ചു തരുന്ന ഒരു ബൂസ്റ്റർ ബാച്ചാണ്. അത് ക്രിസ്മസ് എക്സാമിന് കൂടി നിങ്ങൾക്ക് ഉപയോഗപ്പെടട്ടെ എന്ന് ഓർത്താണ് നമ്മൾ പ്രീ ബൂസ്റ്റർ ബാച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ഈ കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5499 കോഴ്സ് നിങ്ങൾക്കിപ്പോൾ 4299 സ്വന്തമാക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കാം. അതുകൂടെ ഫൈനൽ എക്സാമിന് കൂടി ഈ കോഴ്സ് ഉപയോഗപ്പെടുത്താം. അതാണ് പ്രീ ബൂസ്റ്റർ ബാച്ചിൻ്റെ ഒരു ഗുണം. അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. +1 സ്റ്റഡി ഗ്രൂപ്പ്, +1ൻ്റെ ക്രിസ്മസ് എക്സാം സ്റ്റഡി ഗ്രൂപ്പ്. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാം സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. സത്യം പറഞ്ഞാൽ ഇത് കമ്മ്യൂണിറ്റി അല്ലാതെ നമ്മൾ +1 ക്രിസ്മസ് എക്സാമിന് വേണ്ടി മാത്രമുള്ള സ്റ്റഡി ഗ്രൂപ്പാണ്. നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികൾക്കറിയാം, നമ്മൾ ഓണം എക്സാമിന് വേണ്ടി ഇങ്ങനെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ക്രിസ്മസ് എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും വരും. ഡെയിലി ക്വസ്റ്റ്യൻസ് വരും, ഡെയിലി കുറേ ഡിസ്ക്രിപ്റ്റീവ് ഡീറ്റെയിൽസ് എല്ലാം വരും. നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസും ഇതിൻ്റെ എളുപ്പവഴികളും ട്രിക്കുകളും എല്ലാ സാധനങ്ങളും വരും. അതുകൂടാതെ നമ്മുടെ ഡെയിലി പ്ലാൻ, ഇപ്പോൾ പഠിച്ച് തുടങ്ങാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റെഗുലർ പ്ലാനുകൾ ഉണ്ടാവും. നോട്ടുകൾ, ഓരോ ലൈവുകൾ കഴിഞ്ഞിട്ടുള്ള നോട്ടുകളും ഓരോ ക്ലാസ്സുകൾ, ഒരു യൂട്യൂബ് വീഡിയോയുടെ നോട്ടുകളും എല്ലാം നിങ്ങൾക്ക് ഈ സ്റ്റഡി ഗ്രൂപ്പിൽ നിന്ന് കിട്ടും. അതുകൂടാതെ മൈക്രോബിറ്റുകൾ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാകാൻ വേണ്ടി ചെറിയ നോട്ടുകളെല്ലാം മൈക്രോബിറ്റുകളുടെ രൂപത്തിൽ നിങ്ങൾക്ക് തരും. പിന്നെ ലൈവ് ലിങ്ക്, അതായത് ഇനി ക്ലാസ്സുകളെല്ലാം പക്കയായിട്ട് ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ലൈവുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ അകത്തേക്ക് വരിക. അതിൻ്റെ അകത്താണ് നമ്മളുടെ ലൈവ് ലിങ്കുകളും നോട്ടുകളും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ക്രിസ്മസ് പരീക്ഷ നമുക്ക് സെറ്റാക്കണം. എല്ലാവരും വാ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്തേ നോക്ക്. റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് അല്ല കേട്ടോ, കോമൺ റേഷ്യോ. തെറ്റിക്കരുത്. കോമൺ ഡിഫറൻസ് എവിടെയായിരുന്നു? നമ്മുടെ 10 അല്ലേ? കോമൺ റേഷ്യോ ഓഫ് ദ ജി പി 2, 8, 32 എക്സെട്ര. ഇതിന്റെ ഫസ്റ്റ് ടേം എത്രയാ? ഫസ്റ്റ് കിടക്കുന്ന ആള് 2. കോമൺ റേഷ്യോ 6 എത്രയാ? 8നെ 2 കൊണ്ട് ഹരിച്ചോ, 8/2. ആൻസർ എത്ര കിട്ടിയടാ? 4. സിമ്പിൾ, ഭയങ്കര സിമ്പിൾ അല്ലേ? അടുത്തതിലേക്ക് പോവാം. ഇനി ജി പിയുടെ അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. എന്താണ് ജി പിയുടെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതേ ശ്രദ്ധിച്ചു. അതായത് ഞാനൊരു ജി പി എഴുതുവാണ്. അതേ നോക്കിയേ. 2 3 കൊണ്ട് ഗുണിച്ച് ഞാൻ 6 എഴുതി, വീണ്ടും 3 കൊണ്ട് ഗുണിച്ച് ഞാൻ 18 എഴുതി, വീണ്ടും 3 കൊണ്ട് ഗുണിച്ച് ഞാൻ എത്രയാണ്? 54 എഴുതി, എക്സെട്ര. ഇതൊരു ജി പി അല്ലേ? ജി പി ആണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, ഇതിങ്ങനെ എഴുതി പോകുമ്പോൾ ഇത് നോക്കി, ഇത് ഫസ്റ്റ് ടേം അല്ലടാ മക്കളെ, ഇവിടെ നോക്കി, ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം അല്ലേ? ഇനി ഇതിന്റെ ഫിഫ്ത്ത് ടേം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ 54നെ വീണ്ടും നമ്മൾ 3 കൊണ്ട് ഗുണിക്കും. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 162 കിട്ടും അല്ലെ? അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, ഇതിന്റെ 10th ടേം എത്രയാണെന്ന് ചോദിക്കുവാണ്. ശ്രദ്ധിച്ചേ, ഇതിന്റെ 10th ടേം എത്രയാണെന്ന് ചോദിക്കുവാണ്. 10ാമത്തെ പദം എത്രയാണെന്ന് ചോദിക്കുവാണ്. അതായത് ഇങ്ങനെ എഴുതി പോകാൻ നേരത്ത് 10ാമത് ഇരിക്കുന്ന ഇവിടുത്തെ ആൾ എത്രയാണെന്ന് ചോദിച്ചു. അതെങ്ങനെ കണ്ടുപിടിക്കും? അതിങ്ങനെ എഴുതി 3 കൊണ്ട് ഗുണിച്ചു പോവുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അത് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഇക്വേഷൻ കൊണ്ടുവരും. ആ ഇക്വേഷന്റെ പേരാണ് nth ടേം. ആ ഇക്വേഷന്റെ പേരാണ് എന്ത്? nth ടേം. nth ടേം എന്ന് വിളിക്കാൻ കാര്യം എന്താ? 10th ടേം കണ്ടുപിടിക്കാൻ നമ്മൾ അതാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളോട് 20th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു, നിങ്ങൾ ഏത് തന്നെ ഉപയോഗിക്കും?
അത് തന്നെ ഉപയോഗിക്കും. നിങ്ങളോട് 15ാം പദം കണ്ടുപിടിക്കാൻ ചോദിക്കും, അത് തന്നെ ഉപയോഗിക്കാം. നിങ്ങളോട് 50ാം പദം കണ്ടുപിടിക്കാൻ ചോദിക്കും, അത് തന്നെ ഉപയോഗിക്കാം. അപ്പൊ ഏത് ടേം, ഏത് പദം, ഏത് ടേം കണ്ടുപിടിക്കാൻ ചോദിച്ചാലും ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. എന്താണ് ഇക്വേഷൻ? വളരെ സിമ്പിൾ ആണ്. a ഇൻറ്റു r⁻n−1. സിമ്പിൾ. nth ടേമിന്റെ ഇക്വേഷൻ എന്താടാ? a ഇൻറ്റു r⁻n−1. സിമ്പിൾ സാധനം അല്ലെ? a ഇൻറ്റു r⁻n−1. അപ്പൊ ഇത് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കാം. നോക്കിയേ, 10th ടേം ഈക്വൽ ടു ഇക്വേഷൻ എഴുതി a ഇൻറ്റു r⁻n−1. ഇതിന്റെ സൈഡിലെ ഈ ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും എഴുതുക. a എഴുതി, r എഴുതി, പിന്നെ ഒരു n ഉണ്ട് അല്ലെ? a എന്ന് പറഞ്ഞാൽ എന്താ? ദേ ഇതിന്റെ ഫസ്റ്റ് ടേം, ആദ്യം കിടക്കുന്ന ആളാണ് a. 2. r എന്തായിരുന്നടാ? സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6/2 ആൻസർ എത്ര വന്നടാ? 3. സിമ്പിൾ. നമുക്ക് n വേണം. n എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രാമത്തെ ടേം ആണോ കണ്ടുപിടിക്കുന്നത് അതാണ് n. ഇവിടെ 10th ടേം ആണ് കണ്ടുപിടിക്കുന്നത്, അപ്പൊ n എത്രയാണ്? 10. നമ്മളൊരു 12th ടേം ആണ് കണ്ടുപിടിച്ചെങ്കിലോ n 12. നമ്മളൊരു 15th ടേം ആണ് കണ്ടുപിടിച്ചെങ്കിലോ n 15. അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ഇനി ഇതെല്ലാം പെറുക്കി ഇവിടെ ഇട്ട് കൊടുക്ക്. ഇത് നോക്ക്, a എത്രയാടാ? a2 ഇൻറ്റു r എത്രയാടാ? 3 റൈസ് ടു n-1 എന്ന് പറഞ്ഞാൽ 10-1. അപ്പൊ 2 ഇൻറ്റു 3 റൈസ് ടു 9. നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ 3 റൈസ് ടു 9 കണ്ടുപിടിക്കുക, ഇൻറ്റു 2 ചെയ്യുക, എന്നിട്ട് ആൻസർ അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. കേട്ടല്ലോ? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പൊ nth ടേമിന്റെ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട കാര്യം എന്താണ്? ar⁻n−1. 10th ടേം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇത് എടുക്കണം, 12th ടേം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇത് എടുക്കണം, 15th ടേം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇത് എടുക്കണം. അല്ലെങ്കിൽ ടേം വെച്ച് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇവനെ ഇങ്ങോട്ട് എടുത്തോളാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ 20th ടേം. സിമ്പിൾ പരിപാടി. ഓഫ് ദ GP. ഇതേ ഒരു GP വന്നിട്ടുണ്ട്. എന്താണ്? 5/2, 5/4, 5/8 എക്സെട്ര. ഇതാണ് GP. കേട്ടല്ലോ? ഈ GPയുടെ എത്രാമത്തെ ടേമാ കണ്ടുപിടിക്കേണ്ടത്? 20th ടേം കണ്ടുപിടിക്കണം. അപ്പൊ 20th ടേം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിച്ചു, ar⁻n−1. സിമ്പിൾ അല്ലേ? ar⁻n−1 എഴുതി കഴിഞ്ഞാൽ a എടുത്ത് എഴുതണം. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ദേ കിടക്കുന്നു ഫസ്റ്റ് ടേം. എത്രയാണ്? 5/2. ഓക്കെ അല്ലേ? r എഴുതണം. r എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? r ഈക്വൽ ടു എന്ത് ചെയ്യണോടാ? എടാ ഇവനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 5/4നെ 5/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ചെയ്യും? വളരെ സിമ്പിൾ. 5/4 മുകളിൽ കിടക്കുന്നത്, അവൻ അതുപോലെ തന്നെ എഴുതി. ഈ ഡിവിഷൻ മാറ്റി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കി, എന്നിട്ട് ഇവനെ തിരിച്ചിടും. അപ്പൊ എത്ര കിട്ടൂടാ? 2/5. ഈ 5ഉം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ആൻസർ എന്ത് വരും? 2 മേളിൽ വന്നു /4. 2/4 കട്ട് ചെയ്ത് കളയുമ്പോൾ എന്ത് വരുവാടാ? 1/2. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഇത്രേ ഉള്ളൂ. അപ്പോൾ r ഈക്വൽ ടു എത്ര കിട്ടിയടാ? 1/2. നമുക്ക് n കൂടി വേണം. n എന്ന് പറഞ്ഞാൽ എന്താ? n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേം ആണോ കണ്ടുപിടിക്കുന്നത് അതാണ് n. അപ്പൊ 20 ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിൾ. a എത്രയാടാ? 5/2 ഇൻറ്റു r എത്രയാടാ? 1/2 ഹോൾ റൈസ് ടു n-1 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 20-1. അപ്പൊ നോക്ക്, 5/2 ഇൻറ്റു 20-1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 19, വിച്ച് ഈസ് ഈക്വൽ ടു 5/2 ഇൻറ്റു, ശ്രദ്ധിച്ചേ, 1/19 എന്ന് മുകളിൽ വന്നു, 2/19 എന്ന് താഴെ വന്നു. ഓക്കെ അല്ലേ? ഈക്വൽ ടു ഞാൻ ഇവിടെ എഴുതുവാണേ, 5/2 ഇൻറ്റു 1/19 എന്ന് പറഞ്ഞാൽ 1 തന്നെ, 2/19 എന്ന് പറഞ്ഞാൽ 2/19 എഴുതി. 5 ഇൻറ്റു 1 എത്രയാടാ? 5 ബൈ 2/19. വീണ്ടും ഒരു 2 ചെയ്യുമ്പോൾ അത് 2 എത്രയാടാ? 20 ആയി. ഇവിടെ വെച്ച് ചെയ്യാം, നിർത്താം. അല്ലെങ്കിൽ 2/20 കാൽക്കുലേറ്ററിൽ കണ്ടുപിടിച്ച് അതിൻ്റെ ആൻസർ കൂടി എഴുതിയേക്കാം. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ടേമുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യം. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സമ്മാണ്. അപ്പോൾ എന്താണ് സം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാടാ. അതായത് നമ്മളിപ്പോൾ നേരത്തെ ഒരു അരിത്തമെറ്റിക് ജിയോമെട്രിക് പ്രോഗ്രഷൻ എടുത്തല്ലോ. 3നെ 2 കൊണ്ട് ഗുണിച്ച് ഞാൻ 6 എഴുതി. 6നെ 2 കൊണ്ട് ഗുണിച്ച് ഞാൻ എത്രയാണ്? 12 എഴുതി. 12നെ വീണ്ടും 2 കൊണ്ട് ഗുണിച്ച് ഞാൻ 24 എഴുതി. ഇങ്ങനെ പോകാൻ നേരത്ത് നമ്മളോട് 10th ടേം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് ഇക്വേഷൻ വെച്ച് ചെയ്യും? a ഇൻറ്റു
r⁻n−1 വെച്ച് 10th ടേം കണ്ടുപിടിക്കും അല്ലേ? 10th ടേം കണ്ടുപിടിക്കും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. അതായത് ഇവിടെ മുതൽ ഈ 10 ടേംസ് വരെയുള്ള ഇതിന്റെ ഓരോന്നിന്റെയും സമ്മ് കണ്ടുപിടിക്കണം. അതായത് ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിയെടുക്കണം എന്ന് പറയുവാണ്. അതായത് സമ്മ് കണ്ടുപിടിക്കാൻ പറയുവാണ്. സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. സമ്മ് കണ്ടുപിടിക്കാൻ മാത്രം നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. സം ഈക്വൽ ടു, ഒരു ഇക്വേഷൻ ഇങ്ങനെയാണ്, a ഇൻറ്റു r⁻n−1, ഈ -1 താഴെയാണ്, ബൈ r−1 എന്നല്ലേ മുകളിൽ വന്നേക്കുന്ന, അതുപോലെ തന്നെ താഴത്തെഴുതും. കേട്ടല്ലോ? ഇതൊരു ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഇനി അടുത്ത സമ്മ് കണ്ടുപിടിക്കാൻ ഇതുപോലെ തന്നെ ഒരു ഇക്വേഷൻ. എന്താണ്? a ഇൻറ്റു അതുപോലെ തന്നെ. എടാ എന്നിട്ടേ ഇവിടെ r⁻n−1 എന്നല്ലേ, ഇതൊന്ന് നമ്മൾ തിരിച്ചെഴുതും. എന്താണ്? 1/r⁻n എന്നാക്കും. ബൈ എന്താണ്? 1 - r. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിയടാ, സെയിം തന്നെ. ഇത് മറിഞ്ഞും വന്നു തിരിഞ്ഞും വന്നു, അത്രേ ഉള്ളൂ. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോമൺ റേഷ്യോ കണ്ടുപിടിക്കൂലേ, 6 കണ്ടുപിടിക്കൂലേ. 6 ഒന്നിൽ കൂടുതലാണെങ്കിൽ, മോർ ദാൻ 1 ആണെങ്കിൽ ഇതെടുക്കണം. അതായത് 6 ഒന്നിൽ കൂടുതലാണെങ്കിൽ ഈ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കണം. ഇനി 6 ഒന്നിൽ കുറവാണെങ്കിൽ, ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ ഇക്വേഷൻ എടുക്കണം, 6 ലെസ് ദാൻ 1. കാര്യം എന്താണെന്നറിയാവോ? ഇത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇക്വേഷൻ തിരിക്കുന്നത്. ഇപ്പൊ 6 ഒന്നിൽ കൂടുതലാണെങ്കിൽ ഇത് എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ എടുക്കുക, അപ്പൊ താഴെ നെഗറ്റീവ് വരില്ല. ഇനി 6 ഒന്നിൽ കുറവാണെങ്കിൽ 1 - 1 ചെറിയ സംഖ്യ വരുന്നത്, ഇപ്പൊ നെഗറ്റീവ് വരില്ല. അപ്പൊ നിങ്ങളത് ആ മെത്തേഡൊന്നും അല്ലെങ്കിൽ ആ കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. സമ്മിന് 2 ഇക്വേഷൻ ഉണ്ട്. 6 ഒന്നിൽ കൂടുതലാണെങ്കിൽ 6 ആദ്യം വരുന്ന ഇക്വേഷനും 6 ഒന്നിൽ കുറവാണെങ്കിൽ 1 ആദ്യം വരുന്ന ഇക്വേഷനും. ഏതാണോ കൂടുതൽ അത് ആദ്യം വരും. 6 ആണ് കൂടുതലെങ്കിൽ 6 ആദ്യം വരും, 1 ആണ് കൂടുതലെങ്കിൽ 1 ആദ്യം വരും. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ ചെയ്തു നോക്കാം. അതിനു മുമ്പ് ഇക്വേഷൻ ഒന്നുകൂടി നോക്കിയോ. സമ്മിന് 2 ഇക്വേഷൻ, 6 ഒന്നിൽ കൂടുതലാണെങ്കിൽ r⁻n−1 6 ഒന്നിൽ കുറവാണെങ്കിൽ 1 - r⁻n. സിമ്പിൾ. അപ്പൊ ദേ ഫൈൻഡ് ദ സം ഓഫ് 10 ടേംസ് ഓഫ് ദ GP. GP എന്താ പറഞ്ഞേക്കുന്നത്? 6, 24, 96 എക്സെട്ര. ഇതാണ് GP. നമ്മളോട് സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സം ഈക്വൽ ടു, സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ സമ്മിന്റെ ഇക്വേഷൻ ഏതാന്ന് കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഏതാന്ന് കണ്ടുപിടിക്കാൻ ആദ്യം 6 കണ്ടുപിടിക്കണം. 6 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യൂടാ? 24നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 24/6 എത്ര കിട്ടി? 4 കിട്ടി. ഈ 4 എന്ന് പറയുന്നത് 4 എന്ന് പറയുന്നത് എന്താണ്? 1-നേക്കാളും കൂടുതലല്ലേടാ. നോക്ക്, 4 എന്ന് പറയുന്നത് 1-നേക്കാളും കൂടുതലല്ലേ. അപ്പൊ 6 എന്ന് പറയുന്നത് 1-നേക്കാളും കൂടുതലാണ്. 1-നേക്കാളും കൂടുതലാണെങ്കിൽ ഏത് ഇക്വേഷൻ എടുക്കണം? ഫസ്റ്റ് ഇക്വേഷൻ. കേട്ടല്ലോ? 6 1-നേക്കാളും കൂടുതലാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ. 4 ആണ് വന്നിരിക്കുന്നത്, പ്രശ്നമില്ല. അപ്പൊ ഇക്വേഷൻ എന്താണ്? a ഇൻറ്റു r⁻n−1/r-1. സിമ്പിൾ. ഇനി സൈഡിൽ എല്ലാ സാധനങ്ങളും പിടക്കിയെടുത്ത് എഴുതുക. a ഈക്വൽ ടു ഫസ്റ്റ് ടൈം എത്രയാണോ? ദേ കിടക്കുന്നു 6. 6 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 4. n എന്ന് പറഞ്ഞാൽ എന്താ? എടാ, എത്ര ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കാനുള്ളത്? അതാണ് n. 10 ടേംസിന്റെ സമ്മല്ലേ. അപ്പൊ n-ന് പകരം 10. 20 ടേംസിന്റെ സമ്മായിരുന്നെങ്കിലോ n-ന് പകരം 20. 30 ടേംസിന്റെ സമ്മായിരുന്നെങ്കിലോ n-ന് പകരം 30. അത്രേ ഉള്ളൂ. ഈ ഇട്ട് കൊടുക്കുക. a 6 ഇൻറ്റു r എത്രയാടാ? 4 റൈസ് ടു എത്രയാണ്? n-ന് പകരം 10 -1 ബൈ എത്രയാടാ? r-1. r എത്രയാണ്? 4 4 - 1 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ നോക്കടാ, 6 ഇൻറ്റു എത്രയാണ്? 4⁻10 - 1/3 എന്ന് വരും. ഈ 3യും ഈ 6ഉം കൂടി കട്ട് ചെയ്ത് മേളിലൊരു 2 എഴുതാം. അപ്പൊ നോക്കടാ, 2 ഇൻറ്റു 4⁻10 - 1. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 4⁻10 കണ്ടുപിടിച്ച് അതിൻ്റെ അകത്ത് നിന്ന് 1 കുറച്ച് അതിനെ 2 കൊണ്ട് ഗുണിച്ച് ആൻസർ എഴുതാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിർത്താം. വലിയ നമ്പറുകളൊക്കെ ആണെങ്കിൽ, വളരെ വലിയ നമ്പറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. ഇല്ലെങ്കിൽ ഇത് കാൽക്കുലേറ്ററിൽ അടിച്ച് അതിൻ്റെ ആൻസർ എഴുതുക. ഇത്രയുള്ള പരിപാടി. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് 2 സാധനങ്ങൾ കൂടി. അതിൻ്റെ പേര് ഇതാണ്, നോക്കിയേ. അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ. 2 സാധനങ്ങൾ. എന്താണ്? അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും. 2 സാധനങ്ങൾ. എന്താ പേരെന്താണ്?
അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീൻ. രണ്ടാമത്തതിന്റെ പേരെന്താടാ? ജിയോമെട്രിക് മീൻ. ജിയോമെട്രിക് മീൻ. സിമ്പിൾ പരിപാടിയാണ് കേട്ടല്ലോ. അരിത്തമെറ്റിക് മീനിനെ ചെറുതാക്കി നമ്മൾ AM എന്ന് വിളിക്കും, ജിയോമെട്രിക് മീനിനെ ചെറുതാക്കി നമ്മൾ GM എന്ന് വിളിക്കും. ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതേ ശ്രദ്ധിച്ചു. അതായത് നമ്മളോട് 2 നമ്പറുകൾ തന്നിരിക്കുകയാണ്, 6 വേണ്ട, 4ഉം 9ഉം. നമ്മളോട് ഇതിന്റെ അരിത്തമെറ്റിക് മീൻ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഇത് രണ്ടും കൂടി കൂട്ടി 4ഉം 9ഉം കൂടി കൂട്ടി പകുതി എടുക്കണം. അപ്പോൾ 9ഉം 4ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 13. 13/2 വരും. ഇതാണ് അരിത്തമെറ്റിക് മീൻ കേട്ടല്ലോ. ഇനി ജിയോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാവോ? രണ്ടും കൂടി ഗുണിക്കണം, 4ഉം 9ഉം കൂടി ഗുണിക്കണം. മറ്റേത് കൂട്ടിയാണ് ഇത് ഗുണിക്കണം. എന്നിട്ട് അതിന്റെ റൂട്ട് എടുത്തോളണം. ഈക്വൽ ടു എത്രയാണ്? അപ്പോൾ റൂട്ടിന്റെ അകത്ത് 36 വന്നു. ആൻസർ എത്ര വന്നു? 6. അപ്പൊ ശ്രദ്ധിക്കണം, നമുക്ക് വേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമുക്ക് 2 നമ്പറുകളുണ്ട്, എയും ബിയും ഉണ്ടെന്ന് വിചാരിച്ചു. അതിന്റെ അരിത്തമെറ്റിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കും? എയും ബിയും കൂടി കൂട്ടി പകുതി എടുക്കുക, A+B/2. ജിയോമെട്രിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കും? എയും ബിയും കൂടി ഗുണിക്കുക, അതിന്റെ റൂട്ട് എടുക്കുക. സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കിയേ, അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടുക, പകുതി എടുക്കുക. എ എന്നും ബി എന്നും പറയുന്ന 2 നമ്പറുകളുണ്ട്. അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ A+B/2. ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് AB. സിമ്പിൾ കാര്യം. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്ക്, വളരെ സിമ്പിൾ. ഫൈൻഡ് AM ആൻഡ് GM ഓഫ് 2 നമ്പേഴ്സ് 4,16. അപ്പൊ നോക്ക്, അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? എയും ബിയും കൂടി കൂട്ടി പകുതി എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് 4ഉം 16ഉം കൂടി കൂട്ടി പകുതി എടുത്തു. അപ്പൊ 20/2 എന്ന് വന്നു. ആൻസർ എത്രയാണ്? 10. സിമ്പിൾ. ഇനി എന്താണ്? ജിയോമെട്രിക് മീൻ വേണം. ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ റൂട്ടിന്റെ അകത്ത് AB, അതായത് 2 നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, റൂട്ട് എടുക്കുക. 14ഉം 6ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? റൂട്ടിന്റെ അകത്ത് 64. ആൻസർ എത്ര വന്നു? 8. സിമ്പിൾ. അപ്പൊ അരിത്തമെറ്റിക് മീനും കിട്ടി, ജിയോമെട്രിക് മീനും കിട്ടി. സിമ്പിൾ കാര്യം കേട്ടല്ലോ. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം, എങ്കിലേ ഇത് ഓക്കെ ആവുള്ളൂ കേട്ടല്ലോ. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. ഇനി എന്ത് ചെയ്യുക? ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടോന്ന് കൂടി, കിട്ടുന്നുണ്ടോന്ന് കൂടി നോക്കിയാൽ പക്ക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ ഈ ചാപ്റ്റർ. അപ്പൊ ഇത്രേ ഉള്ളൂ, ഭയങ്കര എളുപ്പം.